പുട്ടിന്റെ കൂടെ സാമ്പാർ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? പുട്ട് മാത്രമല്ല കേട്ടാ, പുട്ട്, സാമ്പാർ, ചമ്മന്തി, പപ്പടം. അമ്മമ്മോടെന്ന് പറയുന്നുണ്ട്, മക്കളെ പതുക്കെ കഴി, ഓംലെറ്റ് അടിച്ചോണ്ട് വരുവാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ, ഒരുപാട് നമുക്ക് അമ്മമ്മയുടെ ഫുഡ് കഴിക്കുന്നതിന്റെ ടേസ്റ്റിൽ കഴിച്ച് തീർത്ത് പോയി. അവസാനം അവിടെ ചൂട് ഓംലെറ്റ് ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ ഇഡലി എടുത്തില്ല. അങ്ങനെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഓംലെറ്റും എല്ലാം കൂടി ചുരുട്ടിപ്പിടി. ലഞ്ചിന് നല്ല വെന്തുടഞ്ഞ കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തോ വേണം. ബീട്രൂട്ട് തോരനും പൊരിച്ച മീനും അച്ചാറും കൂടി ആയപ്പോൾ കുശാലായി. തിങ്കൾ മുതൽ വെള്ളി വരെ പുറത്തുനിന്നുള്ള ആഹാരം കഴിച്ച് ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടി കഴിച്ച് ശനി ഞായർ ഇവിടെ വന്നിങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോണ്ടല്ലോ മനസ്സ് നിറഞ്ഞ് പതുക്കെയാണ് ഞാൻ ശരിക്കും ഇരുന്ന് കഴിക്കുന്നത്. മീൻകറി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഡിന്നറിന് ചോറ് വേണ്ടെങ്കിലും ചപ്പാത്തിയുടെ മീൻകറി മസ്റ്റാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പാവ അമ്മമ്മ ചപ്പാത്തിയുടെ ഉരുളക്കിഴങ്ങ് മസാലയും മീൻകറിയും പൊരിച്ച മീനും ബീട്രൂട്ട് തോരനും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കപ്പ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നു. പിന്നെ അല്ല, കപ്പയും മീൻകറി അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചപ്പാത്തി. So that's it for today. Bye.